ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേയിലെ വ്ളോഗാണ് കേട്ടോ. നമ്മൾ ഒരുപാട് ദിവസമായി വ്ളോഗ് ചെയ്തിട്ട്. ശരിക്കും പറഞ്ഞാൽ കുട്ടൂസിൻ്റെ സർജറി കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ വ്ളോഗ് കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഓഫീസിൽ കുറേ ലീവായത് കാരണം ഒരുപാട് വർക്ക് പെൻഡിങ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മിക്കപ്പോഴും ലേറ്റ് ആവാറുണ്ട്. വീഡിയോ എടുക്കാനുള്ളൊരു സമയവും സാഹചര്യവും ഒന്നും കിട്ടാത്തതുകൊണ്ടാണ്. പിന്നെ കുറച്ച് മടിയും വന്നു. മടിയാണ് മെയിൻ കാരണം. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ എണീറ്റു. സൺഡേ ആയതുകൊണ്ട് അധികം നേരത്തെ ഒന്നും എണീറ്റില്ല. ഒരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് എണീറ്റത്. രാവിലെ നമുക്കിന്ന് കഴിക്കാനായിട്ട് ദോശയുണ്ട്. 2 ദിവസമായിട്ട് ഇവിടെ ദോശ ഇഡ്ഡലി മാറി മാറിയാണ്. അപ്പോൾ ഇന്ന് ദോശയുണ്ട്. അപ്പോൾ ദോശയ്ക്ക് കറിയായിട്ട് നമ്മൾ ഇന്നലെ കുറച്ച് ചിക്കൻ്റെ കറിയൊക്കെ മേടിച്ചത് ഇരിക്കുന്നുണ്ട്. അത് ചൂടാക്കിയിട്ട് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവർ എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ കുഞ്ഞൂന് ഞാൻ ചായ അടുപ്പത്ത് വെച്ചിട്ട് അങ്ങടേക്കൊന്ന് നീങ്ങിയത് അപ്പോഴത്തേക്കും ചായ തിളച്ചു പോയി. കുഞ്ഞു എഴുന്നേൽക്കുമ്പോഴേക്കും ചായ കൊടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം പണികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുഞ്ഞു എണീറ്റത് കുഞ്ഞിൻ്റെ എന്തൊക്കെയോ വികൃതികൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ണാടിയിലൊന്നും വെക്കരുതിട്ട്, ഇത് കാലിൽ കുത്തിക്കയറും. കണ്ണാടിയിൽ മേലെ കൊണ്ടുവെക്കുന്നത് കണ്ണാടിയിൽ കൊണ്ടുവെക്കോ? തരില്ല. കുട്ടൂസിന് അപ്പോൾ 10 മണിയാകുമ്പോഴേക്ക് ട്യൂഷൻ പോകണം കേട്ടോ. നമുക്കിപ്പോൾ പിള്ളേർക്ക് എക്സാമൊക്കെ ആയത് കാരണം കുട്ടൂസിന് 2 നേരം ട്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് 10 മണിക്കാണ് ട്യൂഷൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നലത്തെ കുറച്ച് ചിക്കൻ കറി ഇരിക്കുന്നുണ്ട്. അതൊക്കെ കൂട്ടിയിട്ട് കുട്ടൂസിന് ഭക്ഷണമൊക്കെ കൊടുത്തു. ഞങ്ങൾ 3 പേരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാൻ കുട്ടൂസിനെ കൊണ്ടുവന്നാക്കാൻ പോവുകയാണ്. ഇപ്പം ഞാനാണ് അവളെ കൊണ്ടുവന്നാക്കാനും കൊണ്ടുവരാനൊക്കെ പോകുന്നത്. സർജറി കഴിഞ്ഞതിന് ശേഷം പൊതുവേ അങ്ങനെയാണ്. അതുകൊണ്ട് മാത്രമല്ല, ഇപ്പോൾ പൊതുവേ പിള്ളേരെ പിടുത്തക്കാരുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ സൂക്ഷിക്കണമല്ലോ. അതുകൊണ്ട് ഇവിടുന്ന് കുറച്ച് നീങ്ങിയിട്ടാണ് അവളുടെ ട്യൂഷൻ ക്ലാസ്. അതുകൊണ്ട് എന്തായാലും റിസ്ക് എടുക്കണ്ട. പിന്നെ അവളുടെ സർജറി കഴിഞ്ഞതല്ലേ, അത്ര ദൂരം നടത്തേം വേണ്ട. അങ്ങനെ 1-2 റീസൺ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ അവിടെ ഉള്ളിക്കാരനെ ഞാൻ വീടിൻ്റെ അടുത്ത് കണ്ടതാണ്. ആ സെയിം ഉള്ളിക്കാരൻ തന്നെ ഇവളുടെ ട്യൂഷൻ ക്ലാസ്സിൻ്റെ ആ ഭാഗത്ത്. നല്ല ഉള്ളിയിട്ടാണ്. ഉള്ളി ചെറിയ ഉള്ളി ഞാൻ നേരത്തെ മേടിച്ചിട്ടുണ്ടായിരുന്നു. 3 കിലോ 100 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് വെളുത്തുള്ളി ആയിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വെളുത്തുള്ളിയൊക്കെ മേടിച്ചു. ചെറിയുള്ളി, നല്ല ചെറിയുള്ളി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല തീരെ ചെറുതല്ല, നന്നാക്കാൻ പാകത്തിനുള്ള വലിയ ഉള്ളിയായിട്ടാണ് കിടന്നിരുന്നത്. അത് കഴിഞ്ഞ് കുഞ്ഞുവിനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്ത്. കുഞ്ഞുവിൻ്റെ തലയിൽ പേനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം സ്കൂളിലൊക്കെ പോകണോണ്ടേ എത്ര ചീവിയാലും പേനൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പേനൊക്കെ ചീവി തലയിൽ നിറയെ എണ്ണയൊക്കെ ഇട്ട് ഷാമ്പൂ ഒക്കെ ഇട്ട് കുഞ്ഞുവിനെ കുളിപ്പിച്ചതിന് ശേഷം അവൾ എന്തൊക്കെയോ കിടന്ന് കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ തലയിൽ കുറച്ച് ഉലുവയും 1-2 സാധനങ്ങളോട് ഇടാമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ തലമുടി അത്യാവശ്യം കൊഴിയാനുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി ഒരു ഞാൻ തന്നെ കണ്ടുപിടിച്ചെന്ന് പറയാം. പക്ഷേ എനിക്ക് കുഴപ്പമില്ല കേട്ടോ. എൻ്റെ മുടി കൊഴിച്ചിലൊക്കെ ഇപ്പോൾ കുറവായിട്ടുണ്ട്. കറ്റാർവാഴയൊക്കെ അതിൽ ചേർക്കുന്നുണ്ട്, ഉലുവയുണ്ട്, പിന്നെ 1-2 ഐറ്റംസ് എല്ലാം കൂടി അടുപ്പത്തിട്ട് തിളപ്പിച്ചിട്ട് പിന്നെ നമ്മളത് അരിച്ചെടുത്ത് തലയിൽ തേക്കണം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിസൾട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. കാരണം നമ്മളിവിടെ താമസിക്കുന്ന സ്ഥലത്ത് ക്ലോറിൻ വെള്ളമാണ്. അപ്പോൾ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും ഞാനിപ്പം ബക്കറ്റിൽ പിടിച്ച് വെച്ചിട്ടൊക്കെയാണ് കുളിക്കണത്. എന്നാലും അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ട്. അപ്പം ഞാനതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് അടിച്ചു വാരാനും തുടയ്ക്കാനുണ്ട്. സൺഡേ മാത്രമല്ലേ അതിന് നേരം കിട്ടുള്ളൂ. അതുകൊണ്ട് അടിച്ചു വാരും തുടയ്ക്കുകയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഫുൾ ക്ലീനിങ് ആണ്. കാരണം ഇവരുടെ പരീക്ഷയൊക്കെ ആയതുകൊണ്ട് ഫുൾ ടൈം ഇവർ വീട്ടിലൊക്കെ ഉണ്ട്. ഉച്ചയ്ക്ക് പരീക്ഷയായിരിക്കും, ചിലപ്പോൾ രാവിലെ ആയിരിക്കും. ചില ദിവസങ്ങളിൽ ഇപ്പോൾ പരീക്ഷയില്ല, കാരണം SLC കയറി വന്നേക്കണതാണ്. അതുകൊണ്ട് വീടൊക്കെ ആകെ വൃത്തികേടായിട്ടാണ് കിടക്കണത്. അപ്പോൾ അതൊക്കെ എന്തായാലും ഒന്ന് അടിച്ചു വാരി തുടയ്ക്കണം. എന്നിട്ടാവാം ബാക്കി കാര്യങ്ങളെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യം തന്നെ അടിച്ചു വാരി തുടയ്ക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും കുട്ടൂസ് ഇല്ലാത്തതുകൊണ്ട് അതൊരു സമാധാനമുണ്ട്. കാരണം ഈ 2 കൂടി ഉള്ളപ്പോൾ അവിടെ കിടന്ന് യുദ്ധമായിരിക്കും. എനിക്ക് പണിയെടുക്കാൻ സമയം കിട്ടില്ല. യുദ്ധം കോംപ്രമൈസ് ചെയ്യലായിരിക്കും എൻ്റെ മെയിൻ ഡ്യൂട്ടി. അതിന് ഞാൻ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു കേട്ടോ. അടുക്കളയിൽ നമ്മുടെ ചായയൊക്കെ തടച്ച് വീണിട്ട് ആകെ വൃത്തികേടായി കിടക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും തുടങ്ങിയതല്ലേ എന്ന് വെച്ചിട്ട് എല്ലാം അങ്ങോട്ട് ക്ലീൻ ചെയ്തു, വൃത്തിയാക്കി. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. കുഞ്ഞുൻ്റെ അടുത്ത് ഞാൻ ഒച്ചെടുക്കുന്നുണ്ട്. പോയിരുന്ന് 2 അക്ഷരം പഠിക്കടി എന്നൊക്കെ ഇരുന്ന് ഞാൻ ചീത്തയൊക്കെ പറയുന്നുണ്ട്. എവിടെ കേൾക്കാൻ. ഞാനിനി വടിയും കൊണ്ട് ചെന്നാൽ മാത്രമേ അവൾ ബുക്ക് എടുക്കുള്ളൂ.
അപ്പോൾ ഞാൻ എൻ്റെ പതുക്കെ എൻ്റെ പണികളൊക്കെ ഒതുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നലത്തെ കുറച്ച് ചോറ് ബാക്കിയിരിക്കുന്നുണ്ട്, അത് തിളപ്പിച്ച് ഊറ്റാം, എന്തെങ്കിലും ചെറിയൊരു കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യണത്. അതിനിടയ്ക്ക് പാത്രമൊക്കെ കുറച്ച് കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി വെക്കണം. അങ്ങനെ ഞായറാഴ്ച സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലിരുന്ന ഫുൾ ജോലിയായിരിക്കും. ജോലികൾ തീർന്ന് നമ്മളൊന്ന് റെസ്റ്റ് ആവണത് ഏകദേശം 2 മണി 3 മണിയോട് അടുത്തായിരിക്കും. പണിയൊക്കെ കഴിഞ്ഞ് ഒന്ന് കുളിച്ച് ഫുഡൊക്കെ കഴിക്കണത്. എല്ലാ വീട്ടിലും ഇതൊക്കെ തന്നെയാണ്. എല്ലാ വീട്ടിലെ അമ്മമാർ ഇതേ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്, ഞാൻ മാത്രമല്ല. അപ്പം ഞാൻ കുറച്ച് മോരുണ്ടായിരുന്നു, ഞാനപ്പോൾ മോര് പച്ചമുളകും കരിവേപ്പിലേക്ക് ഇന്ന് അടിച്ചു വെച്ചു. കുഞ്ഞും കുട്ടൂസും പറഞ്ഞു അത് മതി എന്ന് പറഞ്ഞു. പിന്നെ കോളിഫ്ലവർ കുറച്ചിരിക്കുന്നുണ്ടായിരുന്നു, ഞാൻ വെച്ച് കോളിഫ്ലവർ കുറച്ച് ബജ്ജി പോലെ വറുത്ത് കൊടുക്കാം, അത് ഇവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ അത് കൂട്ടി ഒരു ചോറുണ്ടോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. അപ്പോഴത്തേക്കും കുട്ടൂസൊക്കെ വന്നു കേട്ടോ. കുട്ടൂസ് ഒരു 12:30 ആയപ്പോഴേക്ക് എത്തിയെന്ന് തോന്നണു. അവളെത്തി. അവളാണ് എനിക്ക് അത്യാവശ്യം വീഡിയോ എടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തു അത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ കുറച്ച് കോളിഫ്ലവറൊക്കെ വറുത്തിട്ടുണ്ടായിരുന്നു, അത് കൂട്ടിയാണ് ഇന്നലെയും കഴിച്ചത്. ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഡയറ്റൊക്കെയാണ്. എനിക്ക് കുറച്ച് ഹോസ്പിറ്റലിലൊക്കെ നിന്നതിന് ശേഷം ഫുഡിങ്ങൊക്കെ അത്യാവശ്യം നന്നായിട്ട് കഴിച്ചു. കാരണം ഹോസ്പിറ്റലിൽ ഫുഡൊക്കെ കിട്ടുമല്ലോ, ഇവൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അവളുടെ ഫുഡ് വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോറൊക്കെ നന്നായിട്ട് കഴിച്ചു. അപ്പോൾ എനിക്ക് അത്യാവശ്യം വയറൊക്കെ ചാടി. അപ്പോൾ ഞാൻ കുറച്ച് ദിവസത്തേക്കൊന്ന് ഡയറ്റും എക്സസൈസൊക്കെ പതുക്കെ നോക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഇന്നലെ വറുത്ത വെളിച്ചെണ്ണ കേട്ടോ, അത് തന്നെ വേസ്റ്റ് ആക്കണ്ടല്ലോ, അത് തന്നെ ഇന്നും വറുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കോളിഫ്ലവർ വറുത്ത് കഴിഞ്ഞാൽ ഇവർക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കോളിഫ്ലവറൊക്കെ ഒന്ന് വറുത്ത് കൊടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞു വന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞു എന്തൊക്കെയോ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് വറുക്കാൻ തുടങ്ങിയപ്പോൾ കുഞ്ഞു അവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ പിടിക്കുക എന്നിട്ട് ഇങ്ങനെ കുത്തുക, മനസ്സിലാവും. അതാവുണ്ട് സക്സസ്ഫുള്ളി എന്നൊക്കെ പറഞ്ഞ് വന്ന് നമുക്ക് നോക്കാം. അത് വെന്തിട്ടില്ല, താഴ്ത്തിട്. എല്ലാവരും ഞങ്ങൾക്ക് വേണം. ഓണാവെങ്കിൽ പേടിയായിട്ടോളാം. എനിക്ക് വേണോ? എനിക്ക് മാങ്ങ കിട്ടിയില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. രണ്ടെണ്ണം കൂടി അടുത്ത് വന്നിരുന്ന് എന്തെങ്കിലും ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ തുടങ്ങും. എനിക്ക് തിരുതാ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു ഉറക്കമൊക്കെ ഉറങ്ങിയെന്ന് വെച്ചാൽ ഉറങ്ങാനുള്ള സമയമൊന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം ഒരു 4 മണി 5 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഒന്ന് ഷോപ്പിങ്ങിന് പോവാം കേട്ടോ. എൻ്റെ അനിയത്തിയുടെ കുട്ടിയുടെ പിറന്നാൾ വരെയാണ് 17-ാം തീയതി. അപ്പോൾ അവൾക്ക് 1-2 ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ ഇവർക്ക് എക്സാം ആയത് കാരണം നമുക്കങ്ങനെ പുറത്ത് പോകാനൊന്നും പറ്റില്ല. അപ്പം എന്തായാലും ഇന്ന് തന്നെ പോവാം എന്ന് വിചാരിച്ച് ഞാനും പിള്ളേരും കൂടി റെഡിയായി പോവാണ്. എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആലുവയിൽ ഇപ്പോൾ പുതിയ മാക്സ് തുടങ്ങിയിട്ടുണ്ട്, അവിടെ ഒന്ന് പോയി നോക്കാം. അത് നോക്കി കിട്ടിയില്ലെങ്കിൽ വേറെ കടയിൽ കയറാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങുന്നത്. നല്ല ചൂടാട്ടോ, വൈകുന്നേരമായപ്പോൾ വെയിൽ കുറഞ്ഞെങ്കിലും നല്ല ചൂട്. മാക്സിൽ കയറി AC-യിൽ നിന്നപ്പോൾ നല്ലൊരു ആശ്വാസം. മാക്സിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ, നന്നായിട്ട് ഉണ്ട്. പുതിയ മാക്സി സ്റ്റാർട്ട് ചെയ്തതാണ് ആലുവ. എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലുവ സീമാസിൻ്റെയൊക്കെ അടുത്തായിട്ട്, മാർക്കറ്റിൻ്റെ അടുത്തായിട്ട് പുതിയ മാക്സി സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ആദ്യമായിട്ട് പോവാണ്. അവിടെ കിഡ്സിൻ്റെയും വുമൻസിൻ്റെ എല്ലാം സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ മഞ്ഞ ഉടുപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, സിമ്പിളായിട്ടുള്ള ഉടുപ്പ്. അപ്പോൾ ഞാൻ എടുത്തത് കുറച്ച് വലുതായി. അപ്പോൾ കുട്ടൂസ് എനിക്ക് വേറെ ചെറുത് നോക്കി എടുത്തു തന്നു. അപ്പോൾ കുഞ്ഞൂന് ഈ ഒരു ടോപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാൻ കുഞ്ഞൂന് ഈ ഒരു ടോപ്പ് എടുത്തു. ഇതിന് 129 രൂപ കേട്ടോ ഈ ഒരു ടോപ്പിന്. അപ്പോൾ ചെറുതിന് ഞാൻ ആ ഒരു ഇതെടുത്തു, പിന്നെ ഇതുപോലത്തെ ഒരു ടോപ്പ് എടുത്തു, പിന്നെ കുഞ്ഞ് നിക്കർ എടുത്തു, പിന്നെ ഒരു ഡ്രസ്സും കൂടി എടുത്തു. അത് നമ്മൾ സീമാസിൽ നിന്നാണ് എടുത്തേക്കുന്നത്.
അപ്പോൾ ഇത്രയാണ് നമ്മൾ മാക്സിൽ നിന്ന് എടുത്തത്. അതിൻ്റെ ഇടയ്ക്ക് കുട്ടൂസിന് അത് ഇതൊക്കെ കണ്ടിട്ട് കുട്ടൂസ് എടുത്തു. പക്ഷേ കുട്ടൂസ് എടുക്കുന്നത് മുഴുവനും വലിയ വലിയ വിലകളുടെയാണ് ഡ്രസ്സ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് അവിടെ വെക്കുക, നമുക്ക് ഓണത്തിന് മേടിച്ച് തരാമെന്നും പറഞ്ഞ് ആശ്വസിപ്പിച്ച് വെച്ചിട്ട് പോന്നു. അതായത് നമ്മൾ സീമാസി കയറി കൊച്ചിന് ഒരു ഡ്രസ്സും കൂടി എടുത്തു. അതായത് ട്രൗസറും ഉള്ളിൽ ബനിയനും വന്നിട്ട് ട്രൗസറൊക്കെ പണ്ടത്തെ വള്ളിക്കളസം പോലത്തെ ഒരു ഡ്രസ്സില്ലേ അതെടുത്തു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ പോകാമെന്ന് വെച്ചാൽ അപ്പോഴത്തേക്കും രാത്രി 7:15 ആയപ്പോഴത്തേക്കും കുട്ടൂസ് അവിടെ ബഹളം വെച്ച് തുടങ്ങി. എനിക്ക് ബിഗ് ബോസ് കാണണം, ബിഗ് ബോസ് തുടങ്ങിയിട്ടുണ്ടാവും എന്നും പറഞ്ഞിട്ട് അത് കാണാൻ വേണ്ടിയിട്ട് വേഗം വീട്ടിലോട്ട് പോവാണ്. അപ്പം നമുക്ക് ഗേറ്റഡൊക്കെ കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ പോയി ബിഗ് ബോസൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങാനാണ് നമ്മുടെ പ്ലാൻ. അതേ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം. നമുക്ക് നാളെ കാണാം. ടാറ്റാ.